ആദരണീയരായ ഈ യോഗാധ്യക്ഷൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി, ബഹുമാന്യരായ സയ്യിദ് അവറുകളുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസിലെ പ്രധാനപ്പെട്ട അതിഥികളും ഉലമാക്കളും ജനനേതാക്കളും ജനനായകന്മാരും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും ഈ സമ്മേളനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷങ്ങളും സ്വാഗതങ്ങളും ആദ്യമായി അറിയിക്കുകയാണ്. സർവശക്തനായ കരുണാഭാരതിയായ പടച്ചവൻ ഈ വലിയ സമ്മേളനം അവൻ പൊരുത്തപ്പെട്ട ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. മഹാന്മാരായ സാദാത്തുക്കളും ഉലമാക്കളും വിദേശ പ്രതിനിധികളും സംബന്ധിച്ച ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, ലോകത്ത് ധാരാളം ജനനേതാക്കൾ, പ്രവാചകന്മാർ, മഹാപുരുഷന്മാർ പലപ്പോഴായി കടന്നു വന്നിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ മനുഷ്യൻ ഏറെ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മാർഗദർശനത്തിന് മതങ്ങളുടെയും പ്രവാചകന്മാരുടെയും സാന്നിധ്യം അനിവാര്യമാണെന്ന് വിളിച്ചോതുന്ന സംഭവ വികാസങ്ങളാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1-2 നൂറ്റാണ്ട് മുൻപ് ഉണ്ടായിരുന്ന അവസ്ഥാവിശേഷവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ നാടുകളിൽ വിദ്യാഭ്യാസപരമായ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ മുന്നേറ്റങ്ങൾ കൊണ്ടൊന്നും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു ജനസഞ്ചയത്തെയാണ് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അധർമ്മങ്ങളുടെ പാതയിലേക്ക്, ഇരുട്ടിന്റെ മറവിൽ തമ്മാടിത്തങ്ങളിലേക്ക്, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിലേക്ക്, നല്ല വ്യക്തികളെ ആക്ഷേപിക്കുന്ന പ്രവണതകളിലേക്ക് നമ്മുടെ പുത്തൻ തലമുറ വീണ്ടും വീണ്ടും കുമ്പിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥമായ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മറുപടി കണ്ടെത്താൻ കഴിയും. അവരുടെ മനസ്സിനെ സമാധാനിപ്പിക്കുന്ന, മനസ്സിന് ശാന്തി പകരുന്ന ആത്മീയമായ ഉപദേശങ്ങൾ വേണ്ടത്ര അളവിൽ ആധുനിക സമൂഹത്തിന് ലഭിക്കുന്നില്ല എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ് എല്ലാ അധർമ്മങ്ങളും ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അധർമ്മങ്ങൾ എവിടെയെല്ലാം കൊടികുത്തി വീഴുന്നുവോ അവിടെയെല്ലാം പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ അനിവാര്യമായി വരുന്നത്. കേരളത്തിൽ മാത്രമുള്ള, ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പ്രവണതയല്ല ആത്മീയമായ സമ്മേളനങ്ങളുടേത്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, അത് യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഏഷ്യയുടെ വിവിധ രാഷ്ട്രങ്ങളിലായാലും എവിടെയും മനുഷ്യൻ ആശിക്കുന്നത് പ്രവാചക ദർശനങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ്. ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ തന്നെ ഈജിപ്തിലെ കൈറോവിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമാസമായ റബീഉൽ അവ്വലിൽ ഇസ്ലാമിക് കോൺഫറൻസ് നടക്കുകയാണ്. അതുപോലെ മൊറോക്കോയിലും ലിബിയയിലും ലോകത്തിന്റെ എല്ലാ രാഷ്ട്രങ്ങളിലും റബീഉൽ അവ്വൽ മാസമായാൽ ഇസ്ലാമിക സമ്മേളനങ്ങൾ, ആത്മീയ സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഈ മാസത്തിന് 4 പ്രത്യേകതകളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഒന്ന്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചത് റബീഉൽ അവ്വലിലാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പാലായനം നടന്നത് റബീഉൽ അവ്വലിലാണ്. അവസാനമായി ഈ ലോകവുമായി അവിടുന്ന് വിട ചോദിക്കുന്നത് റബീഉൽ അവ്വലിലാണ്. ഈ 4 പ്രത്യേകതകളുള്ള റബീഉൽ അവ്വൽ മാസമായാൽ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ എല്ലാ അർത്ഥത്തിലും അവരുടെ ചിന്തയിൽ കടന്നു വരുന്ന എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ നേതാവാണ്, ഗുരുവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ധാരാളം സേവനങ്ങൾ സമർപ്പിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മർകദു സഖാഫത്തി സുന്നിയ ആയിരക്കണക്കിന് യതീം കുട്ടികൾക്ക് അറിവും ആഹാരവും പകർന്നു നൽകുന്നു. 1000 ചില്ലുവാനും വിദ്യാർത്ഥികൾക്ക് ശരീഅത്തിന്റെ ഉന്നതമായ പാണ്ഡിത്യം നൽകുന്നു. ഗൾഫുകാരുടെ കുട്ടികൾക്ക് അറിവും സംസ്കരണവും നൽകുന്നു. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത പാവപ്പെട്ടവരെ പെറുക്കിയെടുത്ത് അവരെ സംസ്കരിക്കുന്നു. അതിനു പുറമെ ഈ രാജ്യത്തെ ബഹുജനങ്ങളോടുള്ള മർക്കസിന്റെ വിധേയത്വമാണ് യഥാർത്ഥത്തിൽ ഈ സമ്മേളനത്തിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക പ്രസ്ഥാനത്തെ പാരമ്പര്യമായ അതിന്റെ കണ്ണികളിൽ നിന്ന് അടർത്തിയെടുത്ത് ഒരു പുതിയ മതമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇസ്ലാം എന്നാൽ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു ദർശനമാണ് എന്നും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈവിട്ടുകൊണ്ട് ഇസ്ലാം പൂർത്തിയാവുകയില്ല എന്നും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അത്തരം കക്ഷികളുടെ വലയത്തിൽ പുതിയ തലമുറ ചെന്നു പെടാതിരിക്കാൻ മുസ്ലിം സമുദായത്തെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയും ഈ സമ്മേളനം ഉപകരിക്കുമെന്ന് നാം മനസ്സിലാക്കുന്നു.